ബീഹാറിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ചൂട് പിടിച്ചു തുടങ്ങുമ്പോൾ നിതീഷ് കുമാറിന്റെ പിന്മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാവുകയാണ്. ശാരീരിക അസ്വസ്ഥതകൾ അലട്ടുന്ന നിതീഷ് കുമാർ എങ്ങനെ എൻഡിഎ നയിക്കുമെന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു പൊതുചടങ്ങിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണെന്ന് പറഞ്ഞത് നിതീഷ് കുമാർ സംസാരിച്ചത്. ഓർമ്മ നഷ്ടമായി തുടങ്ങിയെന്നും ഇനിയും രാഷ്ട്രീയത്തിൽ തുടരുവാൻ നിതീഷ് സാധിക്കില്ല എന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ ബീഹാറിൽ നിന്നും വരുന്നത്. 74 വയസ്സുണ്ട് നിതീഷ് കുമാറിന്. വാജ്പേയിയുടെ കേന്ദ്രമന്ത്രി സഭയിൽ അംഗമായിരുന്ന നിതീഷ് കുമാർ ആ ഓർമ്മയിൽ തന്നെ നിൽക്കുകയാണെന്നാണ് നിതീഷ് കുമാർ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേദിയിൽ മോദിയെ തന്നെ അടുത്തിരുത്തി 4000 സീറ്റ് എൻഡിഎ പിടിക്കുമെന്ന തരത്തിൽ നിതീഷ് കുമാർ സംസാരിച്ചത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു. ഇതിന് പിന്നാലെയാണ് മോദിയെ വാജ്പേയിയാക്കി നിതീഷ് കുമാർ സംസാരിച്ചത്. നിതീഷ് പതിയെ പിന്മാറുമെന്ന വാർത്തകൾ പരക്കുന്നതിനിടെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും ബീഹാറിലേക്ക് മാറി പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രമന്ത്രിയും രാംവിലാസ് പസ്വാന്റെ മകനുമായ ചിരാഗ് പസ്വാൻ. ചിരാഗിന്റെ നീക്കം സംസ്ഥാന തെരഞ്ഞെടുപ്പിനോടടുക്കുന്ന ബീഹാറിലെ മുന്നണി ബന്ധങ്ങളിൽ പുതിയ ചർച്ചകൾ ഉയർത്തുന്നുണ്ട്. രാംവിലാസ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി അധ്യക്ഷനായ ചിരാഗ് പസ്വാൻ ഇപ്പോൾ കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രിയാണ്. ബീഹാറിൽ ബിജെപി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയാണ് ചിരാഗിന്റെ എൽജെപി. ബിജെപിക്കും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെഡിയുവിനും ശേഷം എൻഡിഎയിലെ മൂന്നാമത്തെ വലിയ പാർട്ടിയാണ് ഇത്. എന്തായാലും നിതീഷിന് ശേഷം ജെഡിയു നേതൃത്വനിര വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെഡിയുവിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തിയ പാർട്ടിയാണ് ചിരാഗ് പസ്വാന്റെ എൽജെപി. നിതീഷിന് ശേഷം ബിജെപി നയിക്കുന്ന സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവും എന്ന ചോദ്യം ബീഹാറിൽ വലിയ ചർച്ചയാണ്. നിതീഷ് കുമാർ ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും മുന്നണി മാറിക്കൊണ്ട് കളിച്ച രാഷ്ട്രീയ തന്ത്രം ചിരാഗ് ഏറ്റെടുക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ബീഹാറിൽ ഒരു പൊതുപരിപാടിക്കിടെ നരേന്ദ്രമോദി ചിരാഗ് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നതിനെ പരോക്ഷമായി അഭിനന്ദിച്ചിരുന്നു. ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങും മുൻപ് തന്നെ ഒരു മുഴം നീട്ടി ബിജെപി എറിഞ്ഞു എന്നതാണ് ചിരാഗിന്റെ വരവിനെ കാണുന്നത്. ബിജെപി ബീഹാറിൽ മുന്നണി തലപ്പത്തേക്ക് നയിച്ചതിൽ എൽജെപിയുടെ സാന്നിധ്യം നിർണായകമായിരുന്നു. 2020 നിയമസഭയിലെ 243 സീറ്റുകളിൽ ബിജെപി 110 മത്സരിച്ച് അതിൽ 74 നേടിയപ്പോൾ നിതീഷിന്റെ ജെഡിയുവിന് 115 സീറ്റുകളിൽ മത്സരിച്ചതിൽ 43 മാത്രമാണ് വിജയം നേടാനായത്. നിതീഷ് ഒഴിയുമ്പോൾ ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാകും എൻഡിഎ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നും അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒറ്റയ്ക്ക് ബീഹാർ രാഷ്ട്രീയത്തിൽ മുന്നേറുക എളുപ്പമല്ല. ആ വിടവ് നികത്തണമെങ്കിൽ ദളിത് പാർട്ടിയായ രാംവിലാസ് പസ്വാന്റെ എൽജെപിയും ലാലു പ്രസാദ് യാദവിന്റെ ആർജെഡിയും കൈയാളുന്ന വോട്ട് ഷെയർ പിടിച്ചെടുക്കണം. ഇവിടെയാണ് ചിരാഗിന്റെ വരവ് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ബിജെപി വിശ്വസിക്കുന്നത്.